നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ പ്രീമിയം, സൂപ്പർ പ്രീമിയം മൊബൈൽ ഫോണുകളുടെ വിൽപ്പനയിൽ വൻ കുതിപ്പ്. പ്രീമിയം സ്മാർട്ട് ഫോൺ മാർക്കറ്റ് 36%, സൂപ്പർ പ്രീമിയം സ്മാർട്ട് ഫോൺ മാർക്കറ്റ് 10%വുമാണ് വർദ്ധിച്ചിരിക്കുന്നത്. യൂബർ പ്രീമിയം വിഭാഗത്തിലും വിൽപ്പന 25% കൂടിയിട്ടുണ്ട്. 2024 മൊത്തം മൊബൈൽ ഫോൺ വിൽപ്പനയുടെ കണക്കുകൾ പരിശോധിക്കുമ്പോഴാണ് ഈ വർധനവ് ഉണ്ടായിരിക്കുന്നത്. 25,000 മുതൽ 50,000 രൂപ വരെ വിലയുള്ള ഫോണുകളാണ് പ്രീമിയം വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 50,000 മുതൽ 1,00,000 വരെയുള്ളവ സൂപ്പർ പ്രീമിയത്തിലും. ഈ വിഭാഗങ്ങളിലുള്ള വർധനവ് രാജ്യമെമ്പാടുമുള്ള ആളുകൾ മികച്ച സ്പെസിഫിക്കേഷനുള്ള ബ്രാൻഡഡായ ഫോണുകൾ കൂടുതലായും ആവശ്യപ്പെടുന്നു എന്നതിന്റെ സൂചനയാണ്. ബഡ്ജറ്റ് ഫോണുകളിൽ 1% വർധനവും മിഡ് റേഞ്ച് വിഭാഗത്തിലേക്ക് വരുമ്പോൾ 7% ഇടിവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിവോ, ആപ്പിൾ, സാംസങ്, റെഡ്മി തുടങ്ങിയ കമ്പനികളെല്ലാം വലിയ നേട്ടമാണ് കഴിഞ്ഞ വർഷം വിൽപ്പനയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ആപ്പിളിന്റെ മാർക്കറ്റ് രാജ്യത്ത് 2024 മാത്രം വലിയ രീതിയിൽ വികസിച്ചു. വിവോ ആണ് 5G ഫോണുകളിൽ ഏറ്റവും നേട്ടമുണ്ടാക്കിയ ബ്രാൻഡ്. 19% വിവോയുടെ മാർക്കറ്റ് പങ്കാളിത്തം. തൊട്ടു പിന്നാലെ 18% മാർക്കറ്റുമായി സാംസങ്ങുമുണ്ട്. പ്രീമിയം മാർക്കറ്റ് വിഭാഗത്തിൽ സാംസങ്, ആപ്പിൾ, വിവോ എന്നിവയാണ് മികച്ച നേട്ടമുണ്ടാക്കിയത്. 5G ഫോണുകളുടെ വരവോടെ രാജ്യത്ത് 4G ഫോണുകൾക്ക് ആവശ്യക്കാർ കുറഞ്ഞതായും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. 4G, 2G ഫോണുകളുടെ വിൽപ്പനയിലുണ്ടായ കുറവ് യഥാക്രമം 59%വും 22%വുമാണ്. എന്നാൽ 7,000 രൂപയ്ക്ക് താഴെയുള്ള ബഡ്ജറ്റ് ഫോണുകളുടെ വിൽപ്പന 1% വർദ്ധിച്ചിട്ടുണ്ട്.